ഹൈ ഹരിയാണ്. ഫൈനലി അങ്ങനെ ട്രയംഫിന്റെ ട്രാക്കർ 400 ലോഞ്ച് ആയിരിക്കുകയാണ്. ഇതൊരു ഫ്ലാറ്റ് ട്രാക്ക് മോട്ടോർ സൈക്കിൾ ആണ്. അതായത് ചുരുക്കി പറഞ്ഞ 50% റോഡും 50% ട്രാക്കും ഓടിക്കാൻ പറ്റിയ മോട്ടോർ സൈക്കിൾ. എന്തായാലും കാണാൻ നല്ല രസമുണ്ട് മോട്ടോർ സൈക്കിൾ. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, എന്തിന് ഈ മോട്ടോർ സൈക്കിൾ? ഈ റോയൽ എൻഫീൽഡ് ചെയ്യുന്ന പോലെ ഒരു ബിരിയാണിയെ 3 ബിരിയാണിയാക്കി മാറ്റുന്നു, ചെറിയ മാറ്റങ്ങളോട്. അതിലൊരു ബിരിയാണിയാണ് ഇത്. ഈ ബിരിയാണിയെ പൊക്കി പിടിക്കാൻ കുറച്ച് യൂട്യൂബേഴ്സും ഉണ്ട്. പിന്നെ അവരാരും ഈ ബിരിയാണി കഴിക്കാനും പോണില്ല. നമ്മളെ കൊണ്ട് കഴിപ്പിക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും, അവര് കഴിക്കാൻ പോണില്ല. ഇതിലോട്ട് വരുമ്പോ പഴയ 398 cc എഞ്ചിൻ മാറ്റിയിട്ട് ഈ എഞ്ചിന് വേറെ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള 349 cc എഞ്ചിൻ. വണ്ടിയുടെ പവർ തന്നെ 40 PS അറ്റ് 8750 RPM. വണ്ടിയുടെ ടോർക്ക് പഠിച്ചു 32 Nm അറ്റ് 7500 RPM ആണ്. മോട്ടോർ സൈക്കിളിന്റെ ടോപ്പ് സ്പീഡ് തന്നെ 154 km ആണ്. ട്രയംഫിന്റെ നിലവിലുള്ള മോഡലുകളും ഈ എഞ്ചിനിലോട്ട് മാറാൻ സാധ്യത ടാക്സിന്റെ എക്സംഷൻ കിട്ടാൻ വേണ്ടി. ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത് 110/70 R17, ബാക്കിൽ നൽകിയിരിക്കുന്നത് 150/60 R17. മോട്ടോർ സൈക്കിളിന്റെ വില പിടിച്ചെടുത്താൻ വേണ്ടി MRF ബ്ലോക്ക് പാറ്റേൺ ടയറുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഇതിന്റെ വില പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2.46 ലക്ഷമാണ് എക്സ്ഷോറൂം പ്രൈസ്. എങ്ങനെ പോയാലും ഈ മോട്ടോർ സൈക്കിൾ ഇറങ്ങിയ 3,14,000 രൂപ ഓൺ റോഡ് പ്രൈസ്. ഒന്നാമത്തെ കേസ്, ഇതിനകത്ത് സ്റ്റിക്കറിൽ മാത്രമേ 400 ഉള്ളൂ. 349 cc എഞ്ചിനാണ്. ഇതിനാണ് ഇത്രയും വില നമ്മൾ കൊടുക്കും. ഈ മോട്ടോർ സൈക്കിൾ ഒരു 270 അല്ലെങ്കിൽ 265 പ്രൈസ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാം. എന്റെ ഒരു കാഴ്ചപ്പാടിൽ വണ്ടി ഈ റേറ്റിനില്ല, വണ്ടി ഓവർ പ്രൈസ്ഡ് ആണ്. പിന്നെ നിങ്ങൾ ട്രയംഫിന്റെ ബ്രാൻഡ് വാല്യൂ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന വണ്ടി വിറ്റുമല്ലോ. വണ്ടി വിറ്റുപോകണമെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിങ് ഇടുക തന്നെ ചെയ്യണം. ഈ എഞ്ചിനോ അല്ലെങ്കിൽ ഒരു 300 cc എഞ്ചിൻ വെച്ച് ഭീകരമാണ് എല്ലാ ആൾക്കാരും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഇങ്ങനെയുള്ള മോട്ടോർ സൈക്കിളൊക്കെ